നമസ്കാരം. IAS-ഉം IPS-ഉം IRS-ഉം ഉൾപ്പെടെ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച 65 ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയുടെ പോക്ക് കണ്ട് മാ നിഷാദ എന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയോടും അതിൻ്റെ ധാർമ്മികതയോടും അഗാധമായ പ്രതിബദ്ധതയുള്ള മുൻ സിവിൽ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ഇന്ത്യൻ ഭരണകൂടം അടുത്ത ബന്ധം പുലർത്തിയ രീതിയെക്കുറിച്ചുള്ള തങ്ങളുടെ അഗാധമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനാണ് ഈ തുറന്ന പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചാണ് അവർ രംഗത്തു വന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിച്ച് മതം ഒരു സ്വകാര്യ കാര്യമാണ്. പൊതു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ വ്യക്തികൾക്കും അവരുടെ മതവിശ്വാസങ്ങൾ പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും പൊതു ഉദ്യോഗസ്ഥർ അവരുടെ മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും ശ്രദ്ധാപൂർവം വേർതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മതസ്വത്വത്തിലുള്ള ആളുകളുടെ മാത്രമല്ല, വൈവിധ്യമാർന്ന മതവിശ്വാസങ്ങളുള്ള ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ഉയർന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ പ്രധാനമാണ്. 2024 ജനുവരി 22 പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ പ്രതിമ സ്ഥാപിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോൾ വ്യക്തിപരമായ മതവിശ്വാസവും ആചാരവും ഔദ്യോഗിക ചുമതലകളും തമ്മിലുള്ള ഈ വേർതിരിവ് ലംഘിക്കപ്പെട്ടു. വിഭജനത്തിന്റെ മുറിവുകൾ ഉപഭൂഖണ്ഡത്തിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഗുജറാത്തിൽ പുനർനിർമ്മിച്ച സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നൽകിയ ഉപദേശം ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ്. ഇത് വെറുമൊരു കാര്യമല്ല. ഒരു ക്ഷേത്രം സന്ദർശിക്കുക എന്നത് നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ തീർച്ചയായും ചെയ്യാൻ കഴിയും. പകരം നിർഭാഗ്യവശാൽ ചില പ്രത്യാഘാതങ്ങളുള്ള ഒരു സുപ്രധാന ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ പ്രസ്താവന ഇപ്രകാരം തുടരുകയാണ്. ഇപ്പോഴത്തെ കേസിൽ ശ്രീരാമന്റെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള അവകാശം നൽകുമ്പോൾ 2019 നവംബർ 9 വിധിയിൽ സുപ്രീം കോടതി വ്യക്തമായി നിർദ്ദേശിച്ച സ്ഥലത്താണ്. 1949 ഡിസംബർ 22-നും 23-നും ഇടയിലുള്ള രാത്രിയിൽ ഹിന്ദു വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് പള്ളി അവഹേളിക്കപ്പെട്ടത് കൂടാതെ മുസ്ലിങ്ങളുടെ ആരാധനാലയം കൈവശം വയ്ക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കി. ഈ അവസരത്തിൽ മുസ്ലിങ്ങളെ പുറത്താക്കിയത് നിയമാനുസൃതമായ ഏതെങ്കിലും അധികാരത്തിലൂടെയല്ല, മറിച്ച് അവരുടെ ആരാധനാലയം നഷ്ടപ്പെടുത്താൻ കണക്കാക്കിയ ഒരു പ്രവൃത്തിയിലൂടെയാണ്. CRPC 1898 സെക്ഷൻ 145 പ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുകയും കോടതി ഒരു റിസീവറെ നിയമിക്കുകയും ചെയ്ത ശേഷം ഒരു ആരാധനാലയം നശിപ്പിക്കുക എന്ന കണക്കുകൂട്ടലിൽ പള്ളിയുടെ മുഴുവൻ ഘടനയും പൊളിച്ചു കളയുന്നതാണ് 1992 കണ്ടത്. 450 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച പള്ളി അതോടെ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടു. മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും 1993 അയോധ്യയിലെ ചില പ്രദേശങ്ങൾ ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരം രൂപീകരിച്ച ഒരു ട്രസ്റ്റിന് ക്ഷേത്രം നിർമ്മിക്കാൻ ഒടുവിൽ സുപ്രീം കോടതി അനുമതി നൽകി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളുടെ പ്രശ്നസങ്കീർണമായ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത് സംഭവിക്കരുതായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മതേതരത്വത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾ നിർവഹിച്ചത് ഉചിതമായില്ല. മറിച്ച് ഹിന്ദുമത വിശ്വാസത്തിന്റെ തലവന്മാരാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയിരുന്നതെങ്കിൽ അതിന് മറ്റൊരു തലം കൈവന്നേനെ. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പും ശേഷവുമുള്ള കഴിഞ്ഞ മാസത്തെ സംഭവ വികാസങ്ങളാണ് ഞങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. 2024 ജനുവരി 22 അയോധ്യയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ രാമക്ഷേത്ര നിർമ്മാണം ഇന്ത്യൻ സമൂഹത്തിന്റെ പക്വതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. കൂടാതെ സമർപ്പണം കേവലം വിജയത്തിന്റെ മാത്രമല്ല, എളിമയുടെയും അവസരമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. എന്നാൽ സംഭവിച്ചതെന്താണ്? മഹാരാഷ്ട്രയിലെ മീരാ റോഡിലും രാജ്യത്തെ മറ്റു ചില സ്ഥലങ്ങളിലും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ചില ഗ്രൂപ്പുകൾ തികച്ചും അനാവശ്യമായ വിജയാഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കാണാതിരുന്നുകൂടാ. ഇത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ പ്രതികരണങ്ങളിലേക്ക് നയിച്ചു. ഇത്തരം സമയങ്ങളിൽ ഭൂരിപക്ഷ സമുദായം സംയമനം പാലിക്കുകയും മാന്യത നിലനിർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. പ്രത്യേകിച്ചും സങ്കീർണമായ ഒരു പ്രശ്നം ഒടുവിൽ ഏതെങ്കിലും വിധത്തിൽ പരിഹാരത്തിൽ എത്തി നിൽക്കുമ്പോൾ. അതേസമയം 2 സമുദായങ്ങളുടെയും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പുതിയ പ്രശ്നങ്ങൾ ഉയർത്താൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ശ്രമങ്ങൾ കൂടുതൽ ആശങ്കയുണർത്തുന്നുണ്ട്. വാരാണസിയിലെ ജ്ഞാൻവ്യാപി മസ്ജിദ്, മഥുരയിലെ കൃഷ്ണ ജന്മഭൂമി, താജ്മഹലിലെ ഷാജഹാൻ ഉറൂസിന്റെ നടത്തിപ്പ്, മഹാരാഷ്ട്രയിലെ കല്യാണിലെ ദർഗ എന്നിവയൊക്കെ
തർക്ക വിതർക്കങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. രാഷ്ട്രത്തെ കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് സാമൂഹിക സമാധാനത്തെയും ഐക്യത്തെയും അനാവശ്യമായി അലോസരപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. മെഹ്റോളി ദർഗയും മദ്രസയും പൊളിക്കുന്നതും ന്യൂഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള സുനെഹ്രി ബാഗ് മസ്ജിദ് നീക്കം ചെയ്യുന്നതിലെ പ്രശ്നവും ഗതാഗതം സുഗമമാക്കുന്നതിന്റെ പേരിൽ ഉയർത്തിക്കാട്ടുന്നതിൽ ഡൽഹിയിലെ അധികാരികൾ കാണിക്കുന്ന അനാവശ്യ തിടുക്കവും കാര്യങ്ങൾ വഷളാക്കുകയാണ്. തീർച്ചയായും വിവാദപരമായ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സർക്കാർ ഏജൻസികൾക്ക് ഔചിത്യബോധം ഉണ്ടായിരിക്കണം. സഹസ്രാബ്ദങ്ങളായി മറ്റനേകം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ബഹുസാംസ്കാരിക സമൂഹം എന്ന നിലയിൽ വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ഉള്ളവരോടും മറ്റു വംശീയ സമുദായങ്ങളിൽപ്പെട്ടവരോടും സങ്കുചിതവും വിദ്വേഷപരവുമായ സമീപനം അതിൻ്റെ പൗരന്മാർ സ്വീകരിക്കുന്നത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ മോശമാക്കുന്നുണ്ട്. 1947 മുതൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ജനാധിപത്യ തത്വങ്ങളിൽ വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളുടെയും വിശ്വാസങ്ങളുടെയും ഒരു രാജ്യം വിജയകരമായി നടത്താനുള്ള അതിൻ്റെ കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എല്ലാ മതങ്ങളിൽ നിന്നും തുല്യ അകലം പാലിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അനുശാസിക്കുന്ന സാഹോദര്യ തത്വം പൗരന്മാരിൽ വളർത്തുക, നിയമവാഴ്ച കർശനമായി നടപ്പിലാക്കുക എന്നിവ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പ്രാഥമിക ഉത്തരവാദിത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയും അതിന് കീഴിലുള്ള നിയമങ്ങളും അനുസരിച്ച് പൗരന്മാർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തട്ടെ. സത്യമേവ ജയതേ എന്ന് കുറിച്ച് അവസാനിക്കുന്ന 7 ഖണ്ഡികകളുള്ള പ്രസ്താവന വർത്തമാനകാല ഇന്ത്യയുടെ ആശങ്കകളെ അക്ഷരാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നുവെന്ന് പറയാതെ വയ്യ. ഇതൊന്നും കണക്കിലെടുക്കുന്ന ഭരണകൂടമല്ല നമ്മെ ഭരിക്കുന്നത് എന്നതാണ് സമകാല ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ രോഗം.